നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ജൂലൈ മാസം 25-ാം തീയതി ശനിയാഴ്ച ദിവസം. നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയുടെ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പ്, തിരൂരങ്ങാടിയിലെ വിവിധ ഹോട്ടലുകളിൽ ചിക്കൻ മന്തി എന്ന പേരിൽ മറ്റ് മൃഗക്കൊഴുപ്പുകൾ ചേർത്ത് പാചകം ചെയ്ത് വിൽപ്പന നടത്തിയതായി നഗരസഭ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ മിന്നൽ പരിശോധനയിൽ കണ്ടെത്തി. രുചിയും കട്ടിയും വർദ്ധിപ്പിക്കാൻ പ്രത്യേക ചേരുവകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപഭോക്താക്കളെ വ്യക്തമായി അറിയിക്കുന്ന ബോർഡുകൾ സ്ഥാപിക്കണമെന്ന നിയമം നിലനിൽക്കെയാണ് ഇത് ലംഘിച്ച് മന്തി തയ്യാറാക്കിയിരിക്കുന്നതായി അധികൃതർ കണ്ടെത്തിയത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പ്രദേശത്തെ വിവിധ ഹോട്ടലുകൾ, ബേക്കറികൾ, കൂൾ ബാറുകൾ, മീൻ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ വ്യാപക പരിശോധന നടത്തി. പരിശോധനയ്ക്കിടെയാണ് നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. താലൂക്ക് ഓഫീസ് ക്യാന്റീനിൽ നടത്തിയ പരിശോധനയിൽ സ്കൂളുകളിൽ നിന്ന് എത്തിച്ച ചിക്കന് രക്തം കഴുകിക്കളയാതെ നേരിട്ട് മസാല പുരട്ടി പാചകത്തിനായി സൂക്ഷിച്ചിരുന്നതായി കണ്ടെത്തി. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളുടെ ഗുരുതര ലംഘനമാണിതെന്ന് വിലയിരുത്തിയ അധികൃതർ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ക്യാന്റീൻ തുറന്ന് പ്രവർത്തിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകുകയും നോട്ടീസ് കൈമാറുകയും ചെയ്തു. അതേസമയം മാർക്കറ്റ് റോഡിലെ ഒരു സ്ഥാപനത്തിൽ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. താലൂക്ക് ആശുപത്രി ക്യാന്റീനും ബ്ലോക്ക് ഓഫീസ് ക്യാന്റീനും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ തലേ ദിവസം പാചകം ചെയ്തതും പഴകിയതുമായ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തി പിടിച്ചെടുക്കുകയും ചെയ്തു. പരിശോധനയിൽ നിയമലംഘനം നടത്തിയ എല്ലാ സ്ഥാപനങ്ങൾക്കും നഗരസഭ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിലുള്ള ഭക്ഷ്യവിൽപ്പന അനുവദിക്കില്ല എന്നും നഗരസഭ അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇത്തരത്തിലുള്ള മിന്നൽ പരിശോധനകൾ നടത്തുമ്പോൾ നിരവധി ക്രമക്കേടുകൾ കണ്ടെത്താറുണ്ട്. ഇത് എപ്പോഴെങ്കിലും മാത്രമേ നടത്താറുള്ളൂ എന്നുള്ളതാണ് ഒരു പരാതി. ഇത് ഇടയ്ക്കിടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. എന്നാൽ മാത്രമേ ജനങ്ങളുടെ ആരോഗ്യത്തിന് ഒരു സുരക്ഷ ഉറപ്പാക്കാനാവൂ. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷാ ക്രമക്കേടുകളും തടയുന്നതിനുള്ള നീക്കം ശക്തമാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമാകുന്നതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ നടത്തിയ വീഡിയോ സന്ദേശത്തിന് പിന്നാലെയാണ് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള 2024 നിയമത്തിൽ ഭേദഗതി വരുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ പരിഗണിക്കുന്നതിനായി അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള വ്യവസ്ഥ നിയമത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇത്തരം കോടതികൾ സ്ഥാപിക്കുന്നതിനായി ഇന്നലെ രാവിലെ തന്നെ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. കേസുകൾ 3 മാസത്തിനകം തീർപ്പാക്കി ശിക്ഷ പ്രഖ്യാപിക്കുന്ന വിധത്തിലായിരിക്കും അതിവേഗ കോടതികളുടെ പ്രവർത്തനം. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്കുള്ള തടവ് ശിക്ഷയും പിഴയും വർദ്ധിപ്പിക്കാനും ഭേദഗതിയിൽ വ്യവസ്ഥയുണ്ടാകുമെന്നാണ് സൂചന. ഇത്തരത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്നവർക്ക് പരമാവധി 10 വർഷം വരെ തടവും പരമാവധി 10 ലക്ഷം രൂപ പിഴയും നൽകാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. കുറ്റകൃത്യത്തെക്കുറിച്ച് വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന സേവനദാതാക്കൾക്ക് നിലവിലെ നിയമപ്രകാരം 1 കോടി വരെ പിഴ ചുമത്താം. സംഘടിത കുറ്റകൃത്യങ്ങൾക്ക് 5 മുതൽ 10 വർഷം വരെ തടവും കുറഞ്ഞത് 1 കോടി വരെ പിഴയുമാണ് നിലവിലെ ശിക്ഷ. നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബില്ല് തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് സൂചന. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നിങ്ങൾക്ക് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. നിലവിൽ 2000 രൂപയാണ് ലഭിക്കുന്നത്. ഈ തുകയാണ് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുക. അതായത് ഓരോ വർഷവും സർക്കാർ വാർഷിക മസ്റ്ററിംഗ് നടത്താറുണ്ട്. ഈ ഒരു മസ്റ്ററിംഗിൽ പങ്കെടുത്തില്ല എങ്കിൽ നിങ്ങളുടെ പെൻഷൻ തടയും. നിലവിൽ പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഓരോ ഗുണഭോക്താവും മസ്റ്ററിംഗിൽ പങ്കെടുക്കേണ്ടത്. ഇതിൽ വീഴ്ച വരുത്തിയാൽ നിങ്ങളുടെ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴാണോ നിങ്ങൾ മസ്റ്ററിംഗ് ചെയ്യുന്നത് അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങുക. അതുവരെ നിങ്ങളുടെ പെൻഷൻ തടസ്സപ്പെടും. അത് പിന്നീട് നിങ്ങൾക്ക് ആ ഒരു തടസ്സപ്പെട്ട സാഹചര്യങ്ങളിലുള്ള കുടിശ്ശിക ലഭിക്കുകയുമില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ ഓർമ്മിക്കണം. നിലവിൽ ഇപ്പോൾ വാർഷിക മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 30-ാം തീയതി വരെ മസ്റ്ററിംഗിനായുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 30-ാം തീയതി വരെയും നിലവിലെ മസ്റ്ററിംഗ് ചെയ്ത ഗുണഭോക്താക്കൾക്കെല്ലാം തന്നെ ആ ഒരു സെപ്റ്റംബർ മാസം വരെ പെൻഷൻ മുടങ്ങാതെ ലഭിക്കും. അതിനുശേഷമുള്ള കാര്യത്തിലായിരിക്കും പിന്നീട് തടസ്സങ്ങൾ ഉണ്ടാവുക. അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, പ്രിയദർശിനി ബസ്സുകളിൽ സ്ത്രീകൾക്കായി സർക്കാർ അനുവദിച്ച
അനുവദിച്ച സൗജന്യ യാത്രാ ടിക്കറ്റുകളിൽ KSRTC ജീവനക്കാർ അട്ടിമറി നടത്തുന്നതായി ആരോപണം. വനിതകൾക്ക് നൽകേണ്ട സൗജന്യ സീറോ ടിക്കറ്റുകൾ പുരുഷ യാത്രക്കാർക്ക് നൽകി ടിക്കറ്റ് തുക ജീവനക്കാർ സ്വന്തമാക്കുന്നതായാണ് വ്യാപക പരാതി ഉയർന്നിരിക്കുന്നത്. സംഭവം ഗൗരവമായി എടുത്ത KSRTC മാനേജ്മെന്റ് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ അടിയന്തര അന്വേഷണം ആരംഭിച്ചു. പ്രിയദർശിനി ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കാൻ ടിക്കറ്റ് മെഷീനിൽ പ്രിയദർശിനി ഫ്രീ ട്രാവൽ എന്ന പ്രത്യേക ഓപ്ഷൻ ഉണ്ട്. ഇതുവഴിയാണ് സീറോ വാല്യൂ ടിക്കറ്റ് പ്രിന്റ് ചെയ്യുന്നത്. ഈ ടിക്കറ്റുകളുടെ തുക പിന്നീട് സർക്കാർ KSRTCക്ക് സബ്സിഡിയായി നൽകുകയാണ് പതിവ്. പുരുഷ യാത്രക്കാർ ബസ്സിൽ കയറുമ്പോൾ അവരിൽ നിന്നും സാധാരണ ടിക്കറ്റ് നിരക്ക് ജീവനക്കാർ കൃത്യമായി ഈടാക്കും. എന്നാൽ ടിക്കറ്റ് മെഷീനിൽ മെയിൻ ഓപ്ഷൻ കൊടുക്കുന്നതിന് പകരം സ്ത്രീകളുടെ സൗജന്യ സീറോ ടിക്കറ്റാണ് പ്രിന്റ് ചെയ്ത് നൽകുന്നത്. ഇതോടെ യാത്രക്കാരിൽ നിന്ന് വാങ്ങിയ മുഴുവൻ തുകയും ജീവനക്കാരുടെ കൈകളിലെത്തും. KSRTCയുടെ കണക്ക് പുസ്തകത്തിൽ ഇത് സൗജന്യ യാത്രയായി രേഖപ്പെടുത്തുകയും ചെയ്യും. തട്ടിപ്പിനെ കുറിച്ച് ചില സുപ്രധാന പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും കുറ്റക്കാരായ ജീവനക്കാർക്കെതിരെ മാതൃകാപരമായ കടുത്ത നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും KSRTC CMD PS പ്രമോദ് ശങ്കർ വ്യക്തമാക്കി. സംസ്ഥാന വ്യാപകമായി ഇത്തരം റൂട്ടുകളിൽ നടക്കുന്ന വലിയ ക്രമക്കേടുകൾ തടയുന്നതിനായി KSRTC വിജിലൻസ് വിഭാഗത്തോട് പരിശോധന കർശനമാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ വിജിലൻസ് വിഭാഗത്തിന് പുറമെ ഗതാഗത വകുപ്പിലെ RTO പ്രത്യേക സ്ക്വാഡുകളും സംയുക്തമായി ബസ്സുകളിൽ മിന്നൽ പരിശോധനകൾ ഊർജിതമാക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.